ഹലോ ഹലോ. കൊറേ പറയണതുണ്ട്, പക്ഷെ പറയാൻ വരാത്ത ആള് ഫ്രണ്ട്സും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാക്കി. കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ എവിടെ നിന്ന് തൊട്ട് തുടങ്ങുമെന്ന് എനിക്കറിയില്ല. 4 വർഷത്തെ കഥയില് പെട്ടെന്ന് പോയ പോലെ. കൊറോണ ടൈം ആയിരുന്നു. ലൈക്ക് +2 കഴിഞ്ഞ്, ലൈക്ക് +1 +2 കൊറോണ ബാച്ച് കഴിഞ്ഞ്, പിന്നെ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ക്ലാസ്സിൽ വന്ന് ഇരിക്കണ ഇതായിരുന്നു. പിന്നെ മിക്കതും മാസ്ക് ഒക്കെ വെച്ച കാരണം അങ്ങനെ മുഖമൊന്നും പെൻസിലുണ്ടായില്ല. ആദ്യ ദിവസം തന്നെ പ്രതീക്ഷിക്കാണ്ട് ഞങ്ങളങ്ങനെ എന്നെ പിടിച്ച് എല്ലാവരും കൂടി റെപ്പാക്കി. റെപ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, കുറേ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഒട്ടും ഉണ്ടായില്ല. എൻ്റെ ക്ലാസ്സിലെല്ലാവരും എനിക്ക് ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാവരും ഓരോരോ വൈബുകളാണ്. അതിനാ വേറെ വൈബ്, അവൻ്റെ വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്ലാഡിനെ പറ്റി പിന്നെ പറയണ്ടല്ലോ, ക്ലാസ്സിലെ പുണ്യാള് എല്ലാവരും നന്മയുടെ പാതിലേക്ക് നടത്തുന്ന ഒരു പുണ്യാളാണ് ഞങ്ങൾ ഗ്ലാഡി. ഫ്രഷേഴ്സ് അന്ന് ഞങ്ങളോട് സീനിയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രഷേഴ്സിനൊക്കെ എല്ലാവരും ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേറെ പണിഷ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അന്ന് കല്യാണരാമന്റെ ഒരു തീമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതനുസരിച്ചുള്ള പാട്ടും കാര്യങ്ങളും സ്കിറ്റൊക്കെ ചെയ്തു. ഗേൾസ് ബോയ്സ് ആയിട്ട് ഡ്രസ് ചെയ്യുന്നു, ബോയ്സ് ഗേൾസ് ആയിട്ട് ഡ്രസ് ചെയ്യുന്നു. ഇല്ലാത്തൊരു ബോണ്ട് വീണ്ടും ക്രിയേറ്റ് ആയി. ഞങ്ങൾ എല്ലാവരും മുണ്ടൊക്കെ എടുത്ത് മീശൊക്കെ വരച്ച്. പിന്നെ ബോയ്സിനായിരുന്നു ഞങ്ങൾക്ക് അന്നാണ് അവരായിട്ട് കൂടുതൽ എനിക്കും ബാക്കിയുള്ളവർക്കൊന്ന് സംസാരിച്ച് കിട്ടിയ ഒരു ടൈം. സാരി ഉടുപ്പിച്ച് കൊടുക്കലും, മേക്കപ്പ് ഇട്ട് കൊടുക്കലും, വിഗ് വെച്ച് കൊടുക്കലും. ഓർമ്മ വരുന്നത് തിങ്കളെ പാട്ടാണ്. ഞങ്ങൾ ആ ഒരു 60, 62, 63 പേരും കൂടിയിട്ട് ആ ഒരു സ്റ്റേജിൽ നിറഞ്ഞു നിന്നിട്ട് ഫ്രഷേഴ്സ് കഴിഞ്ഞ അപ്പൊ തന്നെ ആയിരുന്നു മെക്ഫെസ്റ്റ് ഒക്കെ. അന്ന് എല്ലാവരും നല്ല ഡ്രസ് കോഡിലൊക്കെ വന്ന്, ഡ്രസ് കോഡ് ഞങ്ങൾക്ക് ബ്ലാക്ക് കളറായിരുന്നു. മിക്കതും ബ്ലാക്ക് ഇട്ട് വന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഹോളി ഒക്കെ ഹോളി എന്താണെന്ന് അറിയണമെങ്കിലും ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഹോളിയൊക്കെ ആദ്യമായിട്ട് ആഘോഷിക്കുന്നത്. എനിക്ക് ഭയങ്കര മെമ്മറീസ് ഉള്ള ഒരു ആർട്സ് ആയിരുന്നു. ഞാനൊക്കെ ആർട്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പോഴാണ് ലൂപ്പസിന്റെ അപ്പോഴത്തെ സിവില് സീനിയേഴ്സ് എന്നിട്ട് പാട്ട് പാടോ നീ? അപ്പം പാട്ട് പാടില്ല, വാ നീ ഒപ്പനയ്ക്കുണ്ട് വാന്നും പറഞ്ഞിട്ട് ഒരു കൂട്ടിക്കൊണ്ടുപോലായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കുറേ പേര് ഓരോ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആർട്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് നല്ലോണം മെമ്മറീസ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം സീനിയേഴ്സിന്റെ ഒപ്പം ബോണ്ട് ചെയ്യാൻ പറ്റിയ സമയമായിരുന്നത്. ഫസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് യൂണിഫോം കിട്ടണം. അതൊരു കളർ ഡ്രസ് ആയിരുന്നു. അപ്പോൾ യൂണിഫോം കിട്ടിയതിന് ത്രില്ല് ഞങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് വരാൻ തുടങ്ങി. അങ്ങനെ യൂണിഫോം ഐഡി കാർഡൊക്കെ ഇട്ട് ശരിക്കും ഒരു കോളേജ് വൈബാണ്. നമ്മ ഇപ്പോൾ മാഗ്നിയാമിസിന്റെ വീട്ടിലേക്ക് മാഗ്നിയാമിസിന്റെ പിറന്നാൾ പോവുകയാണ്. മിസ്സിനോട് ഇങ്ങനെ ചോദിച്ചു, മിസ്സേ എന്താ മിസ്സേ ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ലേന്നോ അങ്ങനെ എന്തോ ഫണ്ണായിട്ട് ആരോ ചോദിച്ചു. മിസ് അത് സീരിയസ് ആയിട്ട് എടുത്തു. ആരും വിചാരിച്ചില്ല മിസ് വിളിക്കുന്നു. അങ്ങനെ മിസ് അപ്രതീക്ഷിതമായി എല്ലാരെയും വിളിക്കുന്നു. മിസ് ഫുഡ് സെറ്റാക്കുന്നു, എല്ലാം റെഡിയാക്കുന്നു. പെട്ടെന്നൊരു ആദ്യത്തെ ഒരു ചെറിയ ഒരു ട്രിപ്പ്. ബർത്ത്ഡേക്ക് പോകുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങണമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മൂലൻസി കയറിയിട്ട് ഒരു ടെഡി ബെയറോ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മൂലൻസി കയറുന്നു. മൂലൻസി കയറിയപ്പോൾ ഞങ്ങൾ റീൽ എടുക്കാൻ തീരുമാനിക്കുന്നു. ഇത് നല്ല കോമഡി ആയിരുന്നു. രാഹുലൊക്കെ താഴെ കിടക്കായിരുന്നു. മിസ്സിന്റെ വീട്ടിലെത്തി. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അറിയാലോ. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ കുറേ സാധനങ്ങൾ, ഡെക്കറേഷൻസ്, കാര്യങ്ങൾ ഫുൾ നമ്മൾ സെറ്റാക്കി. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു മൊമെന്റ് സംഭവിച്ചത്. ഇപ്പോഴും ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇന്നും കൂടെ രാവിലെ തന്നെ ആ പേര് വിളിച്ച് ആൾക്കാരെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ കിട്ടിയ പേരാ. പക്ഷെ ഈ പേര് വിളിച്ച് എല്ലാവരും എന്നെ കളിയാക്കാൻ വേണ്ടി വല്ലാത്തൊരു പേരുമായി പോയി. എന്താ അന്ന് രാവിലെ എന്തായിട്ടാണ് ഞാൻ അറിയണേ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്.
ഞങ്ങൾ കുറേ പോളൊക്കെ വെച്ചിട്ട് നടത്തിയ ഒരു ഇതായിരുന്നു. ബെസ്റ്റ് ഡാൻസർ, ബെസ്റ്റ് സിംഗർ, അതിങ്ങനെ ബേസിക് ആയിട്ടുണ്ടായി. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളുള്ളത് ബെസ്റ്റ് വായ നോക്കി, കോഴി, ബിസ്റ്റിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊടുത്തൊരു അവാർഡാണ്. ഇതൊരു സ്പെഷ്യൽ അവാർഡാണ്, നിങ്ങൾ ആരും കേൾക്കാത്തൊരു അവാർഡാണ്. എപ്പോഴും പഴത്തിനെ വെച്ച് ചിന്തിക്കുന്ന ഒരാളാണ്. എറണാകുളം ഫസ്റ്റ് ഇയർ ഐവി നമ്മുടെ ടെക് ബൈ ഹാർട്ടിക്ക് പോകണത്. എൻ്റെ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ തന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഐവിക്ക് പോവുക, സ്റ്റുഡൻസിൻ്റെ കൂടെ ഐവിക്ക് പോവാന്നുള്ളത്. ഫോർട്ട് കൊച്ചിക്ക് ഞാൻ ആദ്യമായിട്ട് പോണത് നമ്മുടെ ക്ലാസ്സിൽ പിള്ളേരൊക്കെ ആയിട്ടാണ്. അന്നാണ് നമ്മൾ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിക്കുക. ഒരു കോളേജ് ലൈഫിലെ ഫസ്റ്റത്തെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞ് അത്രയും എൻജോയ് ചെയ്തിട്ടൊരു മൊമെന്റ് അന്നായിരുന്നു. പിന്നെ അതിലൊരു ഫൺ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഐവി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ടൈം, ഒരു 2.5 hours ഒക്കെ ഒരു ട്രിപ്പ് പോലെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ബീച്ചിൽ പോകുന്നുള്ള മുമ്പേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാഗ്നിമസ് ഞാനും പറഞ്ഞിരുന്നു നമുക്കിനി എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുക്കണ്ട, എടുത്താൽ നമ്മൾ വെള്ളത്തിലിറങ്ങും, അപ്പോൾ വെള്ളത്തിലിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞ്. പക്ഷേ ഇവരന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ചെയ്തന്ന് ഞങ്ങളെയും പിടിച്ച് വെള്ളത്തിലൊക്കെ മുക്കിയിട്ടു, വെള്ളത്തിലൊക്കെ ഇറക്കി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഒരുപാട് ഹാപ്പി ആയിട്ട് വന്നൊരു മെമ്മറിയാണ് ഇവരുടെ കൂടെ ഉള്ളത്. നമുക്ക് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എല്ലാ ബ്രാഞ്ചുകാരും കൊണ്ട് ചെയ്യുന്നതാണ് ടീച്ചേഴ്സിന് ഒരു താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞിട്ട് ലഡുവും ചോക്ലേറ്റും കേക്കും അങ്ങനെയൊക്കെ ആയിട്ട് ടീച്ചർമാരൊക്കെ എല്ലാം വിളിച്ച് ഗ്ലാഡ്വിൻ്റെ സന്ദേശത്താൽ ഞങ്ങളൊരു താങ്ക്സ് ഗിവിങ് ക്ലാസ്സിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇയറിൽ ഞങ്ങൾ ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചേഴ്സിനെ, HOD ടീച്ചേഴ്സ് ഇവരെല്ലാവരും പരിചയപ്പെട്ട് ടീച്ചേഴ്സൊക്കെ ആയിട്ട് പിന്നെയും കുറച്ചുകൂടി ക്ലോസ് ആയി. ജാസ്മിസ് ആയിരുന്നു കൂടിൻ്റെ ഇൻചാർജ്. ജാസ്മിസ് ആയിട്ടും നല്ല അടുപ്പം വന്നു. പിന്നെ NBA അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ NBA വേണ്ടി ഞങ്ങളെ കുറേ ഇട്ട് കഷ്ടപ്പെടുത്തിയ കുറേ ടീച്ചേഴ്സ് ഓർക്കുന്നു പലരെയും. പ്രത്യേകിച്ച് പ്രശാന്ത് സാറായിരുന്നു ഞങ്ങളെ ഇതിന് വിളിച്ചു. പക്ഷെ സാറ് ഫുഡ് വാങ്ങി തരുമായിരുന്നു. അത് ഒരു അടിപൊളി സംഭവമായിരുന്നു. പിന്നെ ഹാക്നൈറ്റ്, ഞങ്ങൾ ബീച്ചാക്കിന്റെ പേര് നടത്തി ഹാക്നൈറ്റ് ആക്കി ടെക് ഫെസ്റ്റിന് ഭാഗമായിട്ട് ഹാക്കത്തോൺ നടത്തി. ആ സമയമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സീനിയേഴ്സുമായിട്ട് നമുക്ക് ഭയങ്കര കമ്പനി ആവാൻ പറ്റിയൊരു സമയം. ടെക് ഫെസ്റ്റ് നമ്മൾ നൈറ്റ് ഇവിടെ ഇരിക്കുന്നു, രാത്രി ഉറക്കമില്ല, ഒന്നുമില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ട്രിപ്പ് പറയുകയാണെങ്കിൽ മൂന്നാറെങ്കിൽ അത് 2 ദിവസമായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. ട്രിപ്പ് മൂന്നാർ രാത്രി അവിടെ കോട്ടേജിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ബാക്കിയുള്ളവരുടെ കലാപരിപാടികളും അതൊക്കെ കണ്ടിരിക്കാനും. ആദ്യമായിട്ടാണല്ലോ കോളേജ്, നമ്മൾ സ്കൂൾ ലൈഫ് ഇത്ത പോലെ ആയിരുന്നില്ല. പെട്ടെന്ന് ഫസ്റ്റ് നമുക്ക് കോളേജ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, അങ്ങനത്തെ ഒരു ഇത് കിട്ടിയൊരു സമയമായിരുന്നു. മൂന്നാർ കഴിഞ്ഞ് അന്നൊരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു, മറയൂര്, കാന്തല്ലൂർ, അങ്ങനെ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ പോയി. ശർക്കര ഡാൻസ് സ്ഥലം, അങ്ങനെ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ എൻ്റെ ഇടയിൽ കൂടെ ഒരു മലയുടെ മുകളിലെത്തി ഇങ്ങനെ ക്ലാസ് ബോട്ടിങ് എടുത്തു. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ഓർമ്മയിൽ രാഹുൽ തലകറങ്ങി വീണു. ഹൈലൈറ്റ് വന്ന മറ്റേ സിവിലിയൻസ് കപ്പ. ക്രിക്കറ്റ് എന്താന്ന് പോലും അറിയാത്ത എന്നെ ഗേൾസ് ടീം ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ആരോ പിടിച്ചെന്റെ ടീമിലിട്ടു. അന്ന് ടീമൊന്നും ഇല്ല, അപ്പൊ ഗേൾസിന് ക്രിക്കറ്റ് കളിക്കോ ഇല്ലേന്നൊന്നും അറിയില്ല, നമുക്ക് ഫ്രണ്ട്സായി വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ അന്ന് ക്ലാസ്സിലൊക്കെ പറഞ്ഞ് എല്ലാരെയും സെറ്റാക്കിച്ച് ഗ്രൂപ്പൊക്കെ ആക്കി എല്ലാ ഗേൾസും സ്റ്റേ ബാക്ക് ചെയ്ത് ഞങ്ങൾ ഭയങ്കര പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ക്രിക്കറ്റ് എന്താന്ന് പഠിച്ചു, കളി എങ്ങനെയാന്ന് പഠിച്ചു. പറയാലോ, ഇത്രയും നമ്മുടെ ക്ലാസ്സിലെ ബോയ്സ് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മിക്കവരും വരും നമുക്ക് എറിഞ്ഞു തരാനും നമ്മളെ ഇത് പറഞ്ഞു തരാനും, നമ്മൾ ബാറ്റ് പിടിക്കുന്ന പൊസിഷൻ എല്ലാം പറഞ്ഞു തരാൻ വേണ്ടി. ബോയ്സ് ജയിക്കണം എന്ന് വിചാരിക്കുന്ന പോലെ തന്നെ അവർ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഗേൾസും ജയിക്കണം എന്നുള്ളത്. അത് ശരിക്കും സിവിലിയൻസിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞങ്ങളോട് ബാക്കി ക്ലാസ്സിലെ പിള്ളേര് ഹോസ്റ്റലിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ ബോയ്സ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഏതെങ്കിലും ക്ലാസ്സിലെ ബോയ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സീരിയസ്ലി അവർ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പിൾ കപ്പ് കഴിഞ്ഞു, ജേഴ്സി ഒന്നും അടിച്ചില്ല, ലൂപ്പസിന് ജേഴ്സിട്ട് ഇറങ്ങി, ആർക്കും ഇഷ്ടമായില്ല. ഫസ്റ്റ് ട്രിപ്പിൾ കപ്പിന് ഇപ്പോൾ 5 ജേഴ്സി കൊണ്ട് ഇറക്കിയുണ്ടായി, പക്ഷെ ഒന്നും രാശി ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയ ജേഴ്സി ഒക്കെ അടിച്ച് രണ്ടാമത്തെ ട്രിപ്പിൾ കപ്പിന് ഇറങ്ങി. എനിക്കാണെങ്കിൽ ഫസ്റ്റ് ട്രിപ്പിൾ കപ്പ് തോറ്റേൻ്റെ വിഷമം കാരണം, അല്ല വിഷമല്ല ഒരു ഇതാണല്ലോ. അപ്പോൾ ഞാൻ വെച്ചു ഇനി ഇങ്ങനെയൊക്കെ തന്നെ ട്രിപ്പിൾ കപ്പ് വലിയ എയിമൊന്നാവില്ല, ആ ഒരു മൈൻഡിൽ വന്നു. രാഹുൽ ഒരു പ്ലാനിങ് ഉണ്ട് ട്രിപ്പിൾ കപ്പിന് തലേദിവസം. ഗ്രൂപ്പിൽ വന്ന് 2 വോയിസ് എടുക്കും. ആ വോയിസ് കേട്ടാൽ നമ്മളിങ്ങനെ തരിക്കും മേൽപത്ത്. രണ്ടാമത്തെ കളി സീൻ ടീമായിട്ടായിരുന്നു. അത് എല്ലാവരും കോളേജിൽ പറയും, ഈസിക്കാരുണ്ട് സെക്കൻഡ് ഇയേഴ്സ്, അവർ തേർഡ് ഇയേഴ്സ്, അവർ സീമ്പിളായാണ്, അവരൊന്നും മുട്ടാൻ പറ്റില്ല. പട്ടയ്ക്ക് കളിച്ച് ഞങ്ങൾ 2 ഗോൾ അടിച്ച് കളി ജയിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ വലിയൊരു ടീമിനെ തോപ്പിച്ചാണ് ആരവും ആ ഒരു ഹൈപ്പും ഇങ്ങനെ കയറി വന്നു. കാരണം മെയിൻ ടീമാണ് കോളേജിലത്തെ മെയിൻ ടീമിനെ അടിച്ചെന്നാണ് പിന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും മുന്നിൽ ഞങ്ങളൊരു ഇങ്ങനെ പെട്ടെന്ന് ചെറുതായി കയറി വന്ന് അടിച്ച്. ഫസ്റ്റൊക്കെ ട്രിപ്പിൾ കപ്പിന് പോകുമ്പോൾ ഇങ്ങനെ CS-ൻ്റെ ഒപ്പം കളി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ CS-നെ പോകണം, ആ ഒരു മൈൻഡാണ് CS-നെ എല്ലാവരും കാണുന്നത്. പക്ഷേ അത് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൾ കപ്പിന് പോയപ്പോൾ ആരോ പറഞ്ഞു കേട്ടി. അപ്പോൾ എനിക്കിങ്ങനെ കേട്ടപ്പോൾ ഒരു പേടായി. പക്ഷെ ആ കളി ഞങ്ങൾ ജയിച്ചപ്പോൾ
എല്ലാവരും വെച്ചാൽ CS ആ ഒരു മൈൻഡ് എല്ലാവരും. ഫസ്റ്റ് CS അടിച്ചു, പിന്നെ EC അടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫൈനലിൽ വന്ന് ഇതേപോലെ എല്ലാവരും ആ സമയത്തൊക്കെ എല്ലാവരും സെറ്റായിട്ടാ മുടിയൊക്കെ വെട്ടി. ഞാൻ മുടി വെട്ടി, കുറേ പേരൊക്കെ മുടി വെട്ടി, എന്നിട്ട് സ്ലീവ്സ് ഒക്കെ വാങ്ങിച്ച് ഇട്ട് രാവിലെയൊക്കെ ആണെങ്കിൽ കയ്യും ഒക്കെ സ്ലീവ്സാണ്. കളിക്കിറങ്ങിയിട്ട് ആ കളി ടഫ് മാച്ച് ആയിരുന്നു. ഈസിക്കാരായിട്ടാണ് തോന്നുന്നുണ്ട്. അവരായിട്ടുള്ള ടഫ് മാച്ച് ഞങ്ങൾ മുട്ടി പിടിച്ചെന്ന് വീണ്ടും ഒരു പെനാൽറ്റി. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ഇല്ലാണ്ട് കയറി ചെന്ന് എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചൊരു അടി അടിച്ചു. അതിങ്ങനെ രണ്ട് പുറത്തേക്ക് പോയി. അപ്പോൾ വീണ്ടും പണിപാടി. അപ്പോൾ അന്ന് ഫൈനലിൽ ആകെ ഡള്ളായി ഞാൻ. സമയത്ത് ഗേൾസും ഞങ്ങളുടെ ക്ലാസ്സിൽ ഗേൾസും ബോയ്സ് എല്ലാവരും ചെയ്യാറിയാണ്ട് എല്ലാവരും ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. എല്ലാവരും ഞങ്ങളുടെ ജേഴ്സിയൊക്കെ ഇട്ട് അത് ഞാൻ സൈഡിൽ പോയി നിലത്തിരുന്ന് ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല. ഞാൻ താഴെ നോക്കിയിരുന്ന് ഇങ്ങനെ പേടിയായിട്ടിരിക്കുക. എല്ലാവരും കളിച്ച് ഫൈനലിലെത്തി ആദ്യമായിട്ട് ഇങ്ങനെ എത്തുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ ഞാൻ കളഞ്ഞോ, അങ്ങനെയൊക്കെ ഒരു വിഷമമായി. അവസാനം പെനാൽറ്റി അടിക്കാൻ എനിക്കൊന്നുണ്ടായി. ഞാൻ എങ്ങനെ അടിച്ചാലും പുറത്തേക്ക് പോകണ പെനാൽറ്റി അന്ന് കറക്റ്റ് പോസ്റ്റിനുള്ളിൽ കയറി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ മിത്തിനെ മാറ്റി പ്രാഞ്ചി ഗോളിൽ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ബോൾ അടിച്ചു. ഗോളായത് വലയാകുലിങ്ങനെ സൗണ്ടൊന്നും കേട്ടില്ല, തട്ടിക്കളയണ സൗണ്ട് കേട്ടു. അത് നോക്കുമ്പോൾ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഓടിയിടുന്നു. എൻ്റെ മൈൻഡ് ഫുൾ ഔട്ടായി. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ നീറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരും ഓടി വരാം. നഗുലേനെ കുറിച്ച് ഓടിയിട്ടുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഇമോഷണലായി. എനിക്ക് ആകെ പറ്റുന്ന കരയാനൊക്കെ വന്ന് കരഞ്ഞ്. ഇപ്പം എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിച്ച് സാരൊന്നുമില്ല, വിട് സീനില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കപ്പൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് മഴ പെയ്ത് എല്ലാവരും ഭയങ്കര തുള്ളിൽ ആഘോഷമൊക്കെയാണ്. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും ഞാൻ വെച്ചു മിസ്സിൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് മിസ്സും ഹയർ സ്റ്റഡി പഠിക്കാൻ വേണ്ടി പോകുന്നു. മിസ് പോണത് നമ്മളിങ്ങനെ അത്ര എഫക്റ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നമ്മളെ സ്വന്തം പിള്ളേരാന്നുള്ളൊരു ഇതായിരുന്നു മിസ്സിന്. മിസ് പോയപ്പോൾ നമ്മൾ പെട്ടെന്ന് അയ്യോ നമ്മളൊക്കെ ഇനി നോക്കാൻ ആരില്ലല്ലോ, പെട്ടെന്ന് ഒരു ഒറ്റയ്ക്കായ ഒരു ഫീലായി പോയി. ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അവരെനിക്കിത് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഇതിൽ അവർ എൻ്റെ പേരും എഴുതിയിട്ടുണ്ട്, മാഗ്നിയ മിസ് എന്നുള്ളത്. ഞാൻ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ജേഴ്സിയാണിത്, നഷ്ടപ്പെടുത്താതെ. കാരണം അവരിൽ ഒരാളായിട്ട് എന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, കൂടെ ചേർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സൈൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്ന അന്ന് അവരെനിക്കിത് ഗിഫ്റ്റ് ചെയ്തത്. അതിന് അവർ കാണിച്ച എഫേർട്ടും അതിലെ കാര്യങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാവാനായിട്ട് പറ്റും. ഞാനിപ്പോഴും ഒത്തിരി മിസ് ചെയ്യണു. അതുപോലെ തന്നെ ഈ ഒരു 4 വർഷം കഴിഞ്ഞ് അവർ ബിടെക് കഴിഞ്ഞ് പോകുന്ന സമയത്ത് എനിക്ക് അവിടെ ഉണ്ടാവാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്ക് ഒത്തിരി സങ്കടമാണ്. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമായിരുന്നു കോളേജിലേക്ക് എത്താൻ. കാരണം എന്നും വരുന്നു, വൈകുന്നേരം 4:30 വരെ ഇരുന്ന് ചിരിക്കുന്നു, കളിക്കുന്നു, പോകുന്നു. തേർഡ് ഇയറിൽ നമ്മൾ ചിക്കമംഗ്ലൂരൊക്കെ ട്രിപ്പ് പോയിണ്ടായി. ലോങ് ട്രിപ്പായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു ബാംബു ഫോറസ്റ്റ് ഒക്കെ പോയി. സോ ഞങ്ങളിവിടെ ഇതെന്ത് അളകളെ പിടിച്ച ബാംബു ഫോറസ്റ്റ് എൻട്രൻസ് അവിടെ ഇങ്ങനെ നടന്നു, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അന്ന് രാത്രിയും ഇതുപോലെ നമ്മള് ഗെയിംസ് ഒക്കെ കളിച്ചു. ഒക്കെ ഓർമ്മയുണ്ട്, മറ്റേ കുളം, കര, കസേരക്കളി. അവിടെ ശബ്ദം കൂട്ടി എന്ന് പറയുന്നത് നമ്മളെ പറഞ്ഞു വിടുന്ന അവസ്ഥയൊക്കെയായി. പക്ഷെ അതൊക്കെ അടിപൊളിയായിരുന്നു. ആലാപിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു. ഓഡിയൻസിന് പറയാം ഇത് പാട്ട് പാടുന്നത്. ഒരു സ്വാതന്ത്ര്യം പിന്നെ സെക്കൻഡ് ദിവസമായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചിക്കമംഗ്ലൂർ പോയി എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആദ്യം മറ്റേ സിറി സ്റ്റാച്ചു അവിടെ പോയിട്ട് അവിടുത്തെ കുറേ കോമഡികള്. എന്താ പറയണത് ഈ പ്രതിമനെ പറ്റി 2 വാക്ക്. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ വന്ന് പണിത വലിയ പ്രതിമയാണ്. പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആ ട്രിപ്പിലത്തെ. വാട്ടർ ആക്ടിവിറ്റീസ്, പലതരം വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. കയാക്കിംഗ്, ബോട്ടിംഗ്, റാഫ്റ്റിംഗ്, വാട്ടർ തീം പാർക്ക്. വിക്കിന്റെ വയസ്സക്കിന്റെ ഇതും വീഴാകുമ്പോ ഇതും വിടാത്തതും അതൊക്കെ കോമഡി ആയിരുന്നു. അപ്പൊ എല്ലാവരും തെന്നി വീഴും, നമ്മ രണ്ടുപേരും മാത്രം മാസായിട്ടിരിക്കും. തേർഡ് ഇയർ ആയപ്പോഴാണ് ബീച്ചാക്ക് വന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു കോഡിന്റെ എല്ലാവരും ഉണ്ടായിരുന്നത്. പിന്നെ എന്നും ഒരുവിധ സമയങ്ങൾ പ്രശാന്ത് സാറ് ക്യാബിനിൽ അല്ലെങ്കിൽ ആ ബാക്കിലെ പാൻട്രിയിലായിരിക്കും. ഫുള്ളി എക്സ്പെൻസിൻ്റെ ഡിസ്കഷനുകൾ, ബില്ലുകൾ, പിന്നെ എങ്ങനെയൊക്കെ പരിപാടി നടത്തണ്ട, എന്തൊക്കെ വേണം, ബഡ്ജറ്റ്, ഫുൾ ടൈം അതിൻ്റെ പിന്നാലെയായിരുന്നു. ക്ലാസ്സിൽ എപ്പോഴും പെർമിഷൻ ലെറ്റർ എഴുതാൻ സൈൻ മേടിക്കാം. ഞാൻ ഡേഴ്സും കൂടി ഫുൾ ടൈം പിന്നാലെയായിരുന്നു. ഞാൻ തുടക്കത്തിൽ അത് വളരെ സില്ലി ആയിട്ടാണ് എടുത്തിരുന്നത്. വലിയ ഇൻട്രസ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കോളേജിലൊരു ഇവന്റ്, ഓക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കാം എന്ന രീതിയിലായിരുന്നു പോയിരുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തോന്നി അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഭംഗിയാക്കണം,
അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരോടി നല്ല രീതിയിൽ പരിശ്രമിച്ച് നടത്തിയൊരു ഇവൻ്റ് ആയിരുന്നു. ആൻവി സാറായിരുന്നു മെയിൻ ഹൈലൈറ്റ്. ആൻവി സാറിനാകെ വയ്യായിരുന്നു. എന്നാലാണ് കാറിനകത്ത് കിടന്ന് പനിയൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും ഉറങ്ങാൻ പറ്റാണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. രാവിലെ വരെ വർത്താനം പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ഫണ്ടിന് സാങ്ഷൻ കിട്ടാൻ വല്ല ഡിലേ ഒക്കെ വരുമ്പോൾ നമ്മൾ നേരെ ഓടി ആൻവി സാറിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ ആളാണെങ്കിൽ ഷട്ടപ്പെട്ടേന്ന് കാര്യങ്ങളൊക്കെ തീരും. നമ്മൾ കർട്ടൻ റേസിന് ഡ്രോപ്പ് ചെയ്തതിൽ എല്ലാവരുടെയും ഹാൻഡ് പ്രിന്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് യു ഹാവ് ബീൻ വർക്കിംഗ് റിഗ്രസ്ലി and made it a real success. ഇപ്പോഴും whenever I feel low, a little bit low, ഞാൻ ആ കർട്ടൻ റേസിന്റെ വീഡിയോ, അതിന്റെ തീം, മിഹ്റാജിന്റെ എഡിറ്റിംഗ്, അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ്. And I used to replay those videos and it gives me a lot of strength. തേർഡ് ഇയറിൽ ആദ്യമായിട്ട് എല്ലാ ക്ലാസ്സും കൂടി ഒരുമിച്ച് ഇഫ്താർ നടത്തി. ഇഫ്താർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ ടൂർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പോകും. ചിലപ്പോൾ നമ്മൾ സ്കാറ്റേഡ് ആയിട്ടൊക്കെ പോകും. എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു പരിപാടി കുറവാണ്. പക്ഷെ ഇഫ്താറാണ് ശരിക്കും ഒരു വീട്ടിൽ എല്ലാവരും കൂടി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്ത് പാട്ട് പാടി അങ്ങനെ വൈബ് നല്ലൊരു സന്തോഷത്തിലിരിക്കുന്ന സമയമാണ് ഇഫ്താർ. പാടി നമ്മുടെ ക്ലാസ്സിൽ പ്രത്യേകത ഉണ്ട്. ഇന്ന ആൾക്ക് പാടാമെന്നൊന്നുമില്ല. നമ്മളൊരാളുടെ പേര് വിളിച്ചാൽ ആൾ വന്ന് പാടും. എല്ലാവരും കലാകാരന്മാരാണ്. അതാണ് ഞങ്ങളുടെ 2026 ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരുടെ പ്രത്യേകത. ഫൈനൽ ഇയർ ആയപ്പോഴേക്കും എല്ലാവരും ഇന്റേൺഷിപ്സിന് കയറി തുടങ്ങി. ക്ലാസ്സിലൊന്നും ആരും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. സ്റ്റുഡൻസ് കപ്പിൽ എന്തായിരുന്നു, അത് ഓരോ വർഷവും ഓരോ സ്റ്റെപ്പിലങ്ങ് മോളിക്ക് പോവും, പിന്നെ ഔട്ടാവും. അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് റൗണ്ട് തന്നെ ഔട്ടായി. സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞങ്ങൾ ക്വാർട്ടർ ഫൈനൽസ് എത്തി. തേർഡ് ഇയർ ആയപ്പോൾ ഞങ്ങൾ സെമി ഫൈനൽസ് എത്തി. ഇപ്പോൾ ഫോർത്ത് ഇയർ ലാസ്റ്റ് ആഴ്ച എടുത്തപ്പോൾ കളിയിൽ ഞങ്ങൾ ഫൈനൽസ് എത്തി. സെക്കൻഡ് ആയി സ്റ്റുഡൻസ് കപ്പിൽ. അപ്പോൾ ഓരോ വർഷവും ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത വർഷം കൂടെ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് അടിക്കാം, ആ ഒരു മൈൻഡാണ്. ഇപ്പോൾ സിവിലിയൻസിന് മെയിൻ ടീം അല്ലാത്തൊരു ടീം ഇറങ്ങി, ടീം ബി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അത് ക്രിക്കറ്റ് കളിക്കാൻ വലിയ ഐഡിയില്ലാത്തൊരു ടീം ഇറങ്ങി. പക്ഷെ അതൊക്കെ രസം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കളിയിലും അവരുടെ കളി എൻജോയ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ. കോളേജിൽ ഇപ്പം എന്തുണ്ടായാലും എന്ത് പരിപാടി ഉണ്ടായാലും ചെക്കന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഓടിച്ചാടി നേരെ ഹോസ്റ്റലിലേക്ക് വന്ന് കയറും. റൂമിൽ വന്നിട്ട് കുറേ എണ്ണം അവിടെ തന്നെ കിടപ്പായിരിക്കും. പിന്നെ സാറുമാർ പറഞ്ഞ് ഓടിപ്പിച്ച് വിടലും, സാറുമാർ കാണാണ്ട് മറ്റേ ഡോറിൻ്റെ ബാക്കിലൊക്കെ ഒളിപ്പിച്ച് വെക്കലും, കട്ടിലടിയിൽ ഒളിപ്പിക്കലും, ആ ചെക്കന്മാരൊക്കെ ഒളിച്ചിരിക്കണം. ആ ഒരു സമയത്തൊക്കെ നല്ല രസമായിരുന്നു. സാറ് കാണാണ്ട് ഇവിടെ എന്താ ബഹളം എന്നൊക്കെ പറഞ്ഞിട്ട് റൂം വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരും കാണാണ്ട് എല്ലാവരും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ട്രിപ്പ് പോയി ഗോവ ട്രിപ്പ് അടിപൊളിയായിരുന്നു. രാത്രിയിൽ ഗോവയിൽ പോയപ്പോൾ ഹോട്ടലിൽ താമസിച്ചപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ അത് തന്നെ ഡൗട്ട് തന്നെയാണ്. വെച്ചാൽ ഞങ്ങൾ രാത്രിയിലേക്ക് കിടന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ റൂമിലൊക്കെ അട്ട കയറിയിരിക്കായിരുന്നു. എല്ലാവരും അട്ട കടിച്ച് ഞങ്ങളിങ്ങനെ കാലുമ്പോ നോക്കി നടക്കായിരുന്നു. അട്ടുണ്ടോ കാരണം റൂമിന് ഉള്ളിൽ വരെ അട്ട കയറി. ഏറ്റവും ദണ്ഡേലിയ പോയിട്ട് റിവർ റാഫ്റ്റിംഗ് ചെയ്തത് അയ്യോ അത് അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ കൂടെ ശ്രീതാമസിനെയൊക്കെ താമസിച്ചായിരുന്നു. ശ്രീതാമസ് പറഞ്ഞു ഞാൻ ചാടില്ല, എന്തൊന്നാലും ചാടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. നമ്മൾ പിറ്റേ ദിവസം മാൽവാൻ എന്ന സ്ഥലത്ത് വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു. ബോയ്സ് ഒരു ബാച്ച്, ഗേൾസ് ഒരു ബാച്ചായിരുന്നു. എല്ലാ ഗേൾസും ഒരുമിച്ച് ഇങ്ങനെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നത്, അങ്ങനെ ഇങ്ങനെ പോയതൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം അന്ന് ഫോൺ പോലും എടുക്കാൻ ഉണ്ടായിരുന്നില്ല. എല്ലാ ലോക്കറിൽ വെച്ചേക്കായിരുന്നു. ഫോൺ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫുൾ ഡെയർ എല്ലാവരും എൻജോയ് ചെയ്യണത്. ദേവാച്ചിനെ മെർമെയ്ഡ് പോലെ ഇരുത്തി മെർമെയ്ഡാക്കി മണ്ണ് വെച്ച് മൂടി. അപ്പൊ ആദ്യത്തെ ആക്ടിവിറ്റി മറ്റേ ഇതായിരുന്നു, സ്കൂബ ഡൈവിങ്. സ്കൂബ ഡൈവിങ് ചെയ്തപ്പോ എനിക്ക് പേടി. അപ്പൊ ആൾ പറഞ്ഞു എൻ്റെ അടുത്ത് നമ്മൾക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്നെ മുക്കിയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു കാണിച്ചു. എനിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടാ. ആളൊരു ഒറ്റ കൈ വിട്ടാൽ ഞാൻ ഇവിടെ ഉള്ളിലേക്ക് പോകും. അതാണ് എൻ്റെ പേടി. ഗോയില് എനിക്ക് എന്തോ പനി പിടിച്ച് എനിക്ക് വാട്ടർ ആക്ടിവിറ്റീസിന് പോകാൻ പറ്റില്ല. കുറെ ആൾക്കാർ, റോസ്, ഹേബില്, ഞാന്, പിന്നെ മിഹിരാജ്, ഐസക്ക്, നയന, നമ്മളൊക്കെ രാത്രി പാനിപ്പൂരി ഒക്കെ കഴിക്കാൻ പോയി. 1 ഡേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ, 1 ഫ്രീ ഡേ കിട്ടിയത്. അതൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഫുൾ ഫ്രീഡം എടുത്ത് ഗോവ ഒക്കെ ഫുള്ള് കറങ്ങി കണ്ട് ഒരു കുറേ മെമ്മറീസ് ഉണ്ടാക്കി ചെറിഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്കാണെങ്കിൽ കയ്യിലൊരു ഫോണുണ്ട് മാപ്പ് നോക്കാനായിട്ട്. അപ്പൊ ദേവാൻഷി അലീനൊക്കെ നമ്മുടെ നാവിഗേറ്റേഴ്സ്. ദേവാൻഷി ഒരു വഴി കൂടെ പോകും, അലീന വേറൊരു വഴി പറയും. പകുതി വഴി തെറ്റിപ്പോയി. പക്ഷെ എന്നാലും നമ്മള് ഡെസ്റ്റിനേഷനൊക്കെ എത്തി. ഞങ്ങൾ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തി. ചിലപ്പോൾ ഒരു അരമണിക്കൂറിൽ എത്തേണ്ട സംഭവമൊക്കെ ഞങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂറിലായിരിക്കും എത്താം.
ഏതോ ഒരു ബീച്ച്, എനിക്ക് ഓർമ്മയില്ല ആ ബീച്ച്. അവിടെ പോയി അവിടെ നമ്മൾ സ്കൂട്ടറൊക്കെ റെന്റ് എടുത്തിട്ട് പോയി. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ഒരു ഔട്ടിങ് പോലെയൊക്കെ പോണത്. സ്ഥലം കാണാനൊക്കെ വിചാരിച്ച്, പക്ഷെ സ്കൂട്ടറിൽ അങ്ങോട്ട് പോയി, ഒരു സ്ഥലം കണ്ടില്ല, കഴിച്ചു, സ്കൂട്ടറിലേക്ക് ഇറങ്ങി നടന്നു. ഞങ്ങളെല്ലാവരും കൂടി ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആദ്യം തന്നെ സ്കൂട്ടർ റെന്റിനെടുത്തു. അപ്പോഴാണ് അറിയുന്ന ഒരു പ്രൈവറ്റ് ഓൺഡ് ബീച്ചാണ്, വഴി ഇത്രയും സീനാണെന്ന്. ഒരു സീനാന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. പിന്നെ തിരിച്ചു വരുമ്പോൾ ആൾക്കാരെ കാലും ചുളിക്കാനുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ മിഹ്റാജും ഐസക്കാണ്, നഗലുണ്ട്. സ്കൂട്ടറൊക്കെ സ്കിഡാവുന്നു, നമ്മൾ പിടിച്ചു നിർത്തുന്നു, ഓരോ ആൾക്കാരെ പിടിച്ച് കയറ്റി വിടുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു മൊമെൻ്റ് ഉണ്ടായി. ഞങ്ങൾ പാട്ടും പാടി അങ്ങനെ സ്കൂട്ടറിൽ നല്ല വൈബ് അടിച്ചു. എനിക്കൊന്നും ഏറ്റവും അടിപൊളി മൊമെൻ്റ്. രാത്രി ഒരു ബീച്ച് കാണാൻ പോണെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ഒരു സ്കൂട്ടറിൽ 3 പേരൊക്കെ ഇരുന്നിട്ടാണ് പോയത്. പോലീസ് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു, പക്ഷെ പോലീസ് പിടിച്ചു, ഫൈൻ അടക്കേണ്ടി വന്നു. അവര് വയറ്റിന് എങ്ങനെ എന്തോ വിട്ടു നമ്മളെ. പക്ഷെ ഞാൻ സ്ഥലങ്ങൾ കാണുന്നില്ല ഗോവയിൽ വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരന്മാരുണ്ട്. കൂട്ടുകാരന്മാരപ്പം ഇപ്പോൾ നമ്മൾ ഷാക്കിലായാലും അവിടെ പോയി ബീച്ചിലായാലും പിന്നെ റൂമിലായാലും നമ്മളിങ്ങനെ ഇരിക്കുക, കമ്പനി അടിക്കുക, സംസാരിക്കുക, ചിരിക്കുക, അടയ്ക്കുക, വണ്ടി എടുത്ത് പുറത്ത് പോവുക, തിരിച്ച് വരിക, സംസാരിക്കുക, ചിരിക്കുക, തന്നെ വൈബ്. ആ ട്രിപ്പിന് വരാത്തവരൊക്കെ ട്രിപ്പ് മിസ് ചെയ്താണ്. പാർട്ടി വന്നില്ലേ, പാർട്ടിയെ വരാണ്ടിരുന്നത് അവൻ ഗേറ്റ് പ്രിപ്പറേഷൻ കൊണ്ടാണ് ഇരുന്നാള്. പക്ഷെ അതിനെ കറുത്താളുണ്ടാക്കി എയർ 192 ഒക്കെ എടുത്ത് സെറ്റായി. പക്ഷെ അവനത് മിസ് ചെയ്തു. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടില് എൻ്റെ ക്ലാസ്സിലെ എല്ലാ ആൾക്കാരും ഒരുമിച്ചിരുന്ന് ദാറ്റ് വാസ് സോ ഗുഡ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്, എൻ്റെ പപ്പയും മമ്മിയും വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. ദാറ്റ് വാസ് ലൈക്ക് എ കംപ്ലീറ്റ് മൊമെൻറ്റ്. ആ മൊമെൻറ്റിൽ അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ അവിടെ ഒന്നും സംഭവിക്കില്ല. നോർമൽ ഞങ്ങൾ നടത്തുന്ന പരിപാടികളൊക്കെയാണ്, പക്ഷെ ഐ ഫെൽറ്റ് സോ മച്ച് സ്പെഷ്യൽ അറ്റ് ദാറ്റ് മൊമെൻറ്റ്. 4th ഇയർ ആയ സമയത്ത് നമ്മൾ പോവല്ലേ, അപ്പോൾ ആ ഒരു മൈൻഡിൽ നമ്മൾ 4th ഇയറിൽ ഡാൻസ് ഇറക്കണമെന്നുണ്ടായിരുന്നു. വലിയ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് നമ്മൾ തലേന്ന് ഐസക്കിൻ്റെ വീട്ടിൽ നമ്മൾ ഒരു 10-15 പേര് നിന്നിട്ട് അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്ത് നിന്നിട്ട് പാട്ട് വെച്ച് ഫുള്ള് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതൊരു വേറെ തന്നെ വൈബ് തന്നെയായിരുന്നു. പ്രാക്ടീസിൻ്റെ ഇടയിലാണ് പണ്ടാറും എനിക്ക് ആർട്ടിസ്റ്റ് അറിഞ്ഞ ഈ തെണ്ടികള് ഈ ദാസേട്ടൻ പാലക്കാട് എന്നുള്ള പേര് പിന്നെയും കുത്തിപ്പൊക്കിയിട്ട് അതിൽ രാജാവാക്കിയിട്ട് ഞാൻ രാജാവാക്കി വെച്ചെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, രാജാവല്ലേ, അത് ഊക്കിക്കോട്ടെ, കുഴപ്പമില്ല. രാജാവ് എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറയാം രാജാവിന്റെ പേര് ദാസേട്ടൻ പാലക്കാടാണ്. പാലക്കാടിന്റെ സ്വന്തം ദാസേട്ടൻ പാലക്കാടിതാ എഴുന്നള്ളുന്നേ. പക്ഷെ കുഴപ്പമില്ല, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സംഭവമൊക്കെ മനസ്സിലായത്. അവസാനത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ഞങ്ങൾ നടത്തി. അപ്പോൾ അന്നും ഞങ്ങൾ പോലും പ്രതീക്ഷയില്ല ഇത്രയും ടീച്ചേഴ്സ് കടന്നു വരുന്നു. ക്ലാസ് റൂം മൊത്തം ഫുള്ളായിരുന്നു. എല്ലാ ടീച്ചേഴ്സും കടന്നു വന്നു. അതുമാത്രമല്ല ഞാൻ ജസ്റ്റ് ഒരു ആശയം പങ്കുവച്ചിരുന്നു. അതായത് നമ്മുടെ ഇവിടുന്ന് മാറിപ്പോയ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിലും ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു അവരൊക്കെ വരുമെന്ന്. കാരണം ഫസ്റ്റ് തിങ് അവർക്ക് ഞങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ഡൗട്ടായിരുന്നു. പക്ഷേ ഞെട്ടിച്ച് കളഞ്ഞു. അതായത് ഓരോരുത്തരും മാറി ഇപ്പോൾ നമ്മൾ സ്ലോട്ട് ഇട്ട് കൊടുത്ത് വരണ പോലെയൊക്കെയാണ് ടീച്ചേഴ്സ് മാറി ഞങ്ങളെ കാണാൻ വേണ്ടി ഓൺലൈനിൽ പ്രസൻസ് ചെയ്തത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും പോയി ഞെട്ടി. ഇവർക്കൊക്കെ ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് ഇതാണല്ലോ ഇപ്പോൾ ഞങ്ങളെ കാണിച്ച ആ സ്നേഹത്തിൻ്റെ പ്രതിയാണ് അവർക്കൊക്കെ വരാനൊക്കെ പറ്റിയത്. 4th ഇയർ വന്നപ്പോൾ എല്ലാവരും ഇന്റേൺഷിപ്പിന് പോവും, ക്ലാസ്സിക്ക് അധികം എല്ലാ ദിവസം വരില്ല എന്നൊക്കെ അറിയായിരുന്നു. ബട്ട് അങ്ങനെ ഒരുമിച്ചിരുന്ന് നമ്മളങ്ങനെ ക്ലാസ്സൊന്നും കേട്ടില്ല 4th ഇയർ ആയിരുന്നപ്പോൾ. 3rd ഇയർ ഏതൊരു ദിവസമാണ് എല്ലാവരും ഒരുമിച്ച് ക്ലാസ്സിലിരുന്നതും ക്ലാസ് കേട്ടതൊക്കെ. പക്ഷെ അന്നത് അറിഞ്ഞില്ല, അതായിരുന്നു അവസാനത്തെ ദിവസം എന്ന് അറിഞ്ഞില്ല. എല്ലാവരും ഇന്റേൺഷിപ്പിന് വേണ്ടി പോയപ്പോഴാണ് എനിക്ക് ഓരോരുത്തരുടെയും ഇങ്ങനെ വില അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ എപ്പോഴായാലും എൻ്റെ ഇതിനും കൂടെ അവരെല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ വീട്ടിൽ ഇരുന്ന് എന്താ പറയുക, ഇന്റേൺഷിപ്പൊന്നും കിട്ടാതെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് എന്താ പറയുക എല്ലാവരും മിസ് ചെയ്യണമെന്നെനിക്ക് പറയാൻ തുടങ്ങിയത്. എല്ലാവരും മിസ് ചെയ്യും. പിന്നെ എല്ലാവരും ഭയങ്കര ബിസി ആയിട്ട് ഇനി ഓരോ സ്ഥലത്തായിരിക്കും. അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല നമ്മളിങ്ങനെ സെറ്റില്ല. ഫൈനൽ ഇയർ കോളേജിൽ തീരാൻ വേണ്ടി കാത്തിരുന്ന സമയങ്ങളായിരുന്നു. പിന്നെ ശരിക്കും തീരാനുള്ളത് അറിയുമ്പോൾ ഒരു വിഷമമുണ്ട്.
വേറെ കുറേ ഇങ്ങനെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സന്ദേശ് സാറ് ഗ്രാഫിക്സ് പഠിപ്പിക്കുന്ന ഓർമ്മയുണ്ട്. സാറ് റീന മിസ്സിന്റെ മാത്സ് മിസ്സൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നാൽ രസമായിരുന്നു. നീതു മിസ്, ആന്റണി സാറിന്റെ DS DBMS ക്ലാസ്സുകൾ ഇങ്ങനെ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഒന്നും എടുക്കാണ്ട് ചിന്തിക്കും, മക്കളെ ചിന്തിച്ച് കോഡ് കയറി എഴുതും എന്നൊക്കെ പറയുന്ന ആന്റണി സാറിന്റെ ക്ലാസ്സുകൾ. ബാഗ്ലിയ മിസ് ഞങ്ങളിവിടെ വന്ന ആദ്യത്തെ ട്യൂട്ടറാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പരിചയപ്പെട്ട ഞങ്ങൾ വന്നപ്പോൾ ആദ്യം നടത്തിയത് മിസ്സിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മിസ്സിന് വയ്യാണ്ടിരുന്നപ്പോൾ മിസ്സിന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മൊമെന്റ്സ് ഒക്കെ നല്ല ഓർമ്മയുണ്ട്. ആ ടീച്ചർമാരായാലും സുനി മിസ്, ഭാഗ്യശ്രീ മിസ്, കുറേ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന കുറേ ടീച്ചർമാർ പോയി, കുറേ പുതിയ ആൾക്കാർ വന്നു. ഒരു 4 വർഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ കോളേജിലെ കാര്യം പറയുകയാണെങ്കിലും പഴയ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തായിരുന്നു ആദ്യത്തെ ക്യാൻറ്റീൻ. അതൊക്കെ മാറ്റി പുതിയൊരു ക്യാൻറ്റീൻ പണിതു, പുതിയ ഫ്ലോറുകൾ വന്നു, ഗാർഡനൊക്കെ വന്നു. ഞങ്ങളുടെ പഴയ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്ന ആ ഗാർഡൻ്റെ സ്ഥലത്ത് ഇപ്പോൾ പുതിയൊരു ക്യാൻറ്റീനായി. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ. ആകെ മാറ്റം വരാത്തത് ഈ അവസാനമായിട്ട് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഫസ്റ്റ് സെമ്മിൽ ഇവിടെ വന്നിരുന്ന ആ സെയിം ക്ലാസ്സിൽ വന്നിരിക്കുക. ആ സെയിം ബ്ലാക്ക് ബോർഡ്, ആ സെയിം റൂം, ഫുൾ സെമിനാറുകൾ നടത്തിയത്, ഫസ്റ്റ് ഇയർ തൊട്ടുള്ള പ്രസന്റേഷൻസ്, ക്ലാസ്സിൽ ഒരു ഇതെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു സെമസ്റ്ററൊക്കെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെയുള്ള 3-4 സെമ്മുകളിലായിരിക്കും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടുള്ളത്. അതൊക്കെ ഓർമ്മകൾ നിറഞ്ഞേക്കുന്ന ഒരു ക്ലാസ് റൂമാണിത്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ വന്നപ്പോൾ തന്നെ ഒരു റോളർ സ്കെയിൽ കണ്ടു. അപ്പോൾ തന്നെ ഗ്രാഫിക്സിൻ്റെ ഓർമ്മകൾ വന്നു. അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് ഈ ക്ലാസ്സിൽ.